ഏയ് ജോ. ആ സാറോ? എന്താണാവോ ഈ വഴിക്ക്? വാ വാ, രാവിലെ തന്നെ പണിയിലാണല്ലേ. നീ ഇപ്പൊ എന്താ കോളേജിലൊന്നും പോകുന്നില്ലേ? പോണെന്നുണ്ട്, പക്ഷെ അതിന് കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ട് ആരെങ്കിലും പോവാതിരിക്കണോ? ആഗ്രഹമില്ലഞ്ഞിട്ടല്ല സാർ. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. അല്ല ഗീവർഗീസേ, ജോയ്ക്കു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാനാകും? അത് തന്നെയാണ് അച്ചോ എന്റെ ചോദ്യം. 5ാം ക്ലാസ്സിൽ വെച്ച അവനെ എന്റെ കൈ കിട്ടുന്നത്, ഓരോ മീറ്റിലും അവന്റെ ടൈമിംഗ് കൂടുന്നത് ഇന്നും എനിക്ക് അത്ഭുത. പാട്യാലയിൽ വെച്ച് നടന്ന നാഷണൽ സ്കൂൾ മീറ്റിൽ ശിവറാം സിംഗ് 15 വർഷം മുമ്പിട്ട് മീറ്റർ കാർഡല്ലേ അവനിപ്പോ തകർത്തത്. അതും ഈ സ്റ്റേറ്റ് മീറ്റിൽ. ഒരു പക്ഷേ ഒളിമ്പ്യൻ സുരേഷ് ബാബുവിനെ പോലെയോ PT ഉഷയെ പോലെയോ ഇന്ത്യയുടെ അഭിമാനമായി നമ്മുടെ ജോ മാറും. എന്തായാലും അവനെ നമുക്ക് പഠിപ്പിക്കണം, കോളേജിലയക്കണം. പറയാനെടുപ്പ 1.5 ലക്ഷം രൂപ ഡൊണേഷനും എഴുത്താ പൊങ്ങാത്ത മറ്റു ചെലവുകളും ആരെടുക്കുമെന്ന് അച്ഛൻ പറയുന്നത്? ദൈവം നമ്മളെ അങ്ങനെ കൈവിടുമോ ഗീവർഗീസേ? ഇല്ല. അവനു വേണ്ടി എവിടെയോ ഒരു വാതിൽ തുറന്നു കിടപ്പുണ്ട്. ഏതവനാടാ പള്ളിപ്പറമ്പി കാരോട്ടം പഠിക്കുന്നേ? വന്ന് ഒന്നിനും ഒരു വ്യവസ്ഥയില്ലാണ്ടായോ? ഇതങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. ഇറങ്ങി വാടാ സാത്താനെ. നിന്നെ കൊണ്ടൊരു മാപ്പ് മെഴുതിരി കത്തിച്ചിട്ടേ ഞാൻ വിടത്തുള്ളൂ. ഇവിടെ ഞാൻ കത്തിച്ച മാപ്പ് മെഴുതിരി ഒന്നും പാഴായി പോയിട്ടില്ല അച്ചോ. ഇനി എത്ര വേണേലും കത്തിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കർത്താവേ, ഇതെന്നാ അതിശയമാ. നീ എന്നാ വരുന്നതെന്നൊന്ന് ഫോൺ ചെയ്യാൻ മേലായിരുന്നോ? അത് പണ്ട് കുർബാനയ്ക്ക് അൾത്താര ഒരുക്കുമ്പോ അച്ഛന്റെ പിന്നീ ചെന്ന് കമ്പിപ്പടക്കം പൊട്ടിച്ച് അച്ഛനെ ഞെട്ടിച്ച ശീലം. ഇവിടുത്തെ ശീലങ്ങളൊന്നും മറക്കാൻ പറ്റത്തില്ല. ശീലം പാടാ തമ്പാടി, എന്നാ കാര്യങ്ങളാ പറയാനുള്ളത്? തനിക്ക് ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരാൻ തോന്നിയത് കർത്താവിന്റെ നിശ്ചയം തന്നെയാ. സ്കൂളിലായിരുന്നപ്പോ ഏറ്റവും മിടുക്കനായ അത്ലറ്റായിരുന്നു നീ. അന്നത്തെ ചുറ്റുപാടിൽ കുടുംബം പോറ്റാനാ നിന്റെ ഗെയിംസിനോടുള്ള ഇഷ്ടമൊക്കെ നീ ഉപേക്ഷിച്ചത്. അതുകൊണ്ട് നിന്റെ കുടുംബം രക്ഷപ്പെട്ടു, നീ സമ്പന്നനായി. നല്ല കാര്യം തന്നെ. ഇതിപ്പോ ഒരു തനിയാവർത്തനം പോലെ ഇവിടെ ഒരു പയ്യൻ, ഓട്ടത്തിലും ചാട്ടത്തിലും ഒക്കെ മിടുക്കൻ. അവൻ ഈ രാജ്യത്തിന് വേണ്ടി ഒളിമ്പിക് മെഡൽ കൊണ്ടുവരുമെന്നുള്ളത് എനിക്കുറപ്പാ. പക്ഷേ ചുറ്റുപാടുകൾ സമ്മതിക്കത്തില്ല. ദാരിദ്ര്യമാ. പഴയ നിന്നെയാ ഞാൻ അവനിൽ കണ്ടത്. നിനക്ക് നടക്കാതെ പോയ ആ സ്വപ്നം അവനിൽ കൂടി സാധിക്കരുതോ? അവനെ നിനക്ക് സ്പോൺസർ ചെയ്യാൻ ഒക്കുമോ? അച്ഛൻ എന്നതായി പറയുന്നേ? ചെയ്യാൻ ഒക്കുമെന്നോ? അങ്ങ് വന്ന് ചെയ്യാടാ തമ്മാടി നല്ലയോ പറയണ്ടേ? നമ്മൾ ചെയ്യുവച്ചോ, അവന്റെ സ്വപ്നങ്ങൾ നമ്മൾ നടത്തി കൊടുക്കും. ഞാനൊന്ന് പേടിച്ചു പോയി.